ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നമോസ്തുതേ. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇടേണ്ട ഒരു അവശ്യഘട്ടം വന്നതുകൊണ്ടാണ് ഇത് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. വളരെ ഗഹനമായ ഒരു സംഭവത്തിൽ ഏർപ്പെട്ട് സിദ്ധസംഗമത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിലാണ് ഈ വരുന്ന കഴിഞ്ഞ 12-ാം തീയതി തിരുവൈരാണിക്കുളത്തെത്തിയത്. തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലെത്തി ഏകദേശം 4 മണിക്ക് ആ തിരുവാഭരണത്തിൻ്റെ കൂടെ നടന്ന് 8 മണിക്ക് നടവറപ്പ് സമയത്ത് അവിടെ എത്തിച്ചേർന്നു. അതിനെക്കുറിച്ചല്ല ഞാൻ പറയാൻ വരുന്നത്. നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ ആ ഒരു ഗാർഹസ്ഥ്യ ദുഃഖം എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇത്രത്തോളം ദുഃഖം സ്ത്രീകൾക്കുണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞത് ആ ഒരു പ്രൊസഷനിൽ ഞാനും പങ്കെടുത്ത് ആ താലപ്പൊലിയോടുകൂടി അകത്ത് കയറിയിട്ട് എൻ്റെ ഭഗവാനെ സ്ത്രീകളുടെ ആക്രാന്തം അമ്മേ നാരായണ എന്നുള്ള വിളിയുണ്ടല്ലോ, 8 ദിക്കുകളും ഭേദിക്കത്തക്ക വിധത്തിലാണ് സ്ത്രീകളുടെ ആ ഈശ്വരനുള്ള ദേവിയോടുള്ള വിളി വിളിക്കുന്നത്. നമ്മൾ ആറ്റുകാൽ പൊങ്കാല കണ്ടിട്ടുണ്ട്, പക്ഷെ അതുപോലില്ല. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് നട തുറന്ന് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ അമ്മമാര് എങ്ങനെയാണ് ഓരോരുത്തരുടെ വരില്ലേ, വെറുതെ ഒന്ന് സംസാരിക്കാമെന്ന് വെച്ചിട്ട് താലപ്പൊലി എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് വിവാഹ സംബന്ധമായ പ്രശ്നമാണ് ഞങ്ങളുടെ കുട്ടികളുടെ, പെൺകുട്ടികൾ പറയുന്നത് ഞങ്ങൾക്കും അത് തന്നെയാണ്. അപ്പം എന്താണ് മലയാളിക്ക് എത്ര പ്രശ്നമോ വൈവാഹിക ജീവിതം, അതായത് ശൈശവം, ബാല്യം, യൗവനം, യൗവനത്തിൽ ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ചതുരാശ്രമങ്ങളാണ്. പക്ഷേ ഇപ്പം യൗവനത്തിനും വാനപ്രസ്ഥത്തിലേക്ക് എത്തിയ പോലെയാണ് നമ്മുടെ യുവതിയുവാക്കൾ. എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് ഞാൻ ഓരോരുത്തരോടും ചോദിച്ചു. ഒരു 10 പേരോട് ചോദിച്ചു. അതിൽ കൂടെ ചോദിക്കേണ്ട കാര്യമില്ല, ഒരു റാൻഡം സെലക്ഷൻ കിട്ടി. എന്നെക്കുറിച്ച് നിങ്ങൾക്കൊന്നും തോന്നരുത്. ഇതെല്ലാം IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പെൺപിള്ളേരാണ്, അവരുടെ അമ്മായിയമ്മമാരാണ്. പിന്നെ പല പ്രശ്നങ്ങളിൽപ്പെട്ട് മകൻ്റെ വിവാഹം ഒഴിയാൻ പോകുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ മകളുടെ വിവാഹം ഒഴിയാൻ പോകുന്ന ഘട്ടത്തിൽ തിരുവൈരാണിക്കുളത്ത് വന്ന് ഭഗവതിയെ കണ്ട് ഭഗവതിയുടെ മുമ്പിൽ നേർച്ചകളൊക്കെ അർപ്പിച്ച് സങ്കടപരിഹാരം കിട്ടും എന്ന് അറിഞ്ഞ് അങ്ങനെ ആദ്യമായിട്ട് വരുന്നവരുണ്ട്. എന്താണ് ഇതിൻ്റെ പിന്നിലെ ആ ഒരു സംസ്കാരം? നമ്മുടെ ഇപ്പോൾ മലയാളികളുടെ ഈ സംസ്കാരം കേരളത്തിലെ നമുക്കിപ്പോൾ പ്രശ്ന വിഷയമാണ്. ആ സംസ്കാരം എന്താണ്, എന്തുകൊണ്ടാണ് ഇത് സമൂഹം ഇങ്ങനെ എത്തിയിരിക്കുന്നത് വെച്ചാൽ ഒരു രക്ഷയില്ലെന്ന് നിങ്ങളോട് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം പഠിക്കുന്ന സമയത്തെ കുട്ടിയെ നമ്മളവരുടെ തലയാണ് വലുതാക്കുന്നത്. ഈ ഒരു കെട്ട പുസ്തകവുമായിട്ട് രാവിലെ 6 മണിക്ക് ട്യൂഷനും ഇങ്ങനെ പോകുന്ന പെൺകുട്ടി അവളെങ്ങനെയെങ്കിലും എൻജിനീയറിംഗ് പാസ്സായി ടെക്നോ പാർക്കിലേക്ക് ഉടനെ കയറി IT ഫീൽഡിൽ. സത്യം പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ വിദേശ കമ്പനികളുടെ വെറും റോബോട്ടുകളായി വർക്ക് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷെ പണമുണ്ട്, ലക്ഷങ്ങളുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എന്താണ്, മകന് IT ഫീൽഡിൽ ഉടനെ പിന്നെന്താണ് നോക്കുന്ന അമ്മ, മരുമകളും IT ഫീൽഡിൽ ആയിക്കോട്ടെ എന്ന് അവനാ പറയുന്നത്. പക്ഷെ ഇതിൻ്റെ പരിണതഫലം എന്താ? ജീവിതം, കുടുംബം, ഇതൊന്നും ഇല്ലാതെ പോവുക. മാത്രമല്ല മിക്ക കുട്ടികളും പറയുന്നത് കുട്ടികൾ വേണ്ട എന്നുള്ളതാണ്. നഗ്നമായ യാഥാർത്ഥ്യമല്ല, അത് തന്നെ കുടുംബത്തിലെ അസ്വാരസ്യമാണ്. ഒരമ്മയോട് ചോദിച്ചു പറയുന്നത് എന്ത് ചെയ്യാം, 4 വർഷം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞാൽ 2 IT ഫീൽഡ്, ആവശ്യത്തിന് പണമുണ്ട്, 2 ഫ്ലാറ്റുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പെൺകുട്ടി പറയുന്നത് എന്താ, കുട്ടികൾ വേണ്ട. കുട്ടികളുണ്ടെങ്കിൽ ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടാൻ പറ്റും. ഇതാണ് പ്രശ്നങ്ങൾ. ഇതാണ്. അപ്പോഴെന്താണ് ഇതിനൊരു പരിഹാരം എന്ന് വെച്ചാൽ പരിഹാരം ഇല്ല. ഇതൊരു വലിയ സമാജത്തിൻ്റെ ഉന്നത തലത്തിൽ, അതായത് എൻജിനീയറിങ് ആ തരത്തിലുള്ള ജോലി ചെയ്യുന്നത്. പിന്നെ മധ്യവർത്തികളുടെ തലത്തിലേക്ക് നമുക്ക് പറയാം. ഈ അമ്മമാർക്കൊരു കാര്യമുണ്ട്. ഈ പല അമ്മമാരാണെങ്കിലും എന്നോടാണെങ്കിലും പറയുന്നത് എന്താണ്, മകൻ്റെ നാളില്ല, മകൾക്ക് അതല്ലേ മകളുടെ നാളില്ല, ചുമ്മാ അതൊരു നാട് തിരുവോണം അല്ലെങ്കിൽ മകൾ ഇല്ലെങ്കിൽ ഇങ്ങനെ പറയും. എന്നിട്ട് അതിന് തക്കമുള്ള ഇത് ചേരുമോ ആ പയ്യൻ്റെ നാളിനോട് ഇങ്ങനെ ചോദിക്കുന്നത്. ഈ എന്ത് വിഡിതമാണ് ഈ കാണിക്കുന്നത്? നമുക്ക് ഒന്നിനും വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ നക്ഷത്രം നോക്കണ്ട. അല്ല, വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ പൊരുത്തം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് വെറും നക്ഷത്രമല്ല പൊരുത്തം എന്ന് പറയുന്നത്. ആ ജനിക്കുന്ന സമയത്ത് ആ നക്ഷത്രത്തിൻ്റെ ഗ്രഹം എവിടെ 7-ലാണോ, ആ ഗ്രഹത്തിന് യോജിക്കുന്ന ഒരു അവസ്ഥയാണ് പയ്യൻ്റെ ഗ്രഹം, ആ ഗ്രഹനില.
ഇതൊന്നും അവർക്ക് നോക്കണ്ട. വെറുതെ കുട്ടിയെ കണ്ട് അമ്മായിക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് ഒരു 1-2 വർഷം പോലും പോകത്തില്ല. ഇത് കലഹത്തിലാണ് തീരുന്നത്. ഇങ്ങനെയല്ല നമ്മൾ പൊരുത്തം നോക്കേണ്ടത്. പൊരുത്തം നോക്കേണ്ടതിൻ്റെ ഒരു വിധം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ പൊരുത്തം വേറൊരു തരത്തിലേക്കൊന്ന് നോക്കിയാലോ, ഈ അമ്മായിയമ്മയുടെ മരുമകളുടെ നക്ഷത്രം തമ്മിൽ ചേരുമോ എന്നൊരു പൊരുത്തം നോക്കേണ്ട ഗതികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരമ്മ, ഒരു ടീച്ചറാണ്, അവർ വളരെ ബുദ്ധിമതിയാണ്. ഞാൻ ചിരിച്ചു പോയി. അവർക്കൊരു കുട്ടിയെ ഇഷ്ടപ്പെട്ടു, മകന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. അവരെന്നോട് വന്നിട്ടോ എന്ന് പറഞ്ഞാൽ, അമ്മ ജ്യോത്സ്യം അറിയാം, എനിക്കറിയത്തില്ല, പക്ഷെ ജ്യോത്സ്യം വീട്ടിലുണ്ട്, ജ്യോത്സ്യനോട് ചോദിക്കാം, ഈ നക്ഷത്രക്കാരിയാണ് എൻ്റെ മരുമകളാകാമെന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന കുട്ടിക്ക്, മകനും ഇഷ്ടം, ഞാനുമായിട്ട് പൊരുത്തപ്പെടുമെന്നൊന്ന് നോക്കാൻ പറഞ്ഞു. എത്ര ലോജിക്ക് അതിലുണ്ടെന്ന് നോക്കാം. ഇനി വരുന്ന കാലഘട്ടത്തിൽ അമ്മായിയമ്മയുടെ നക്ഷത്രവും മരുമകളുടെ നക്ഷത്രവും കൂടി യോജിക്കുന്നോട് നോക്കേണ്ട ഒരു അവസ്ഥയെ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ അമ്മായിയമ്മ അപ്ഡേറ്റ് ചെയ്ത് വരേണ്ടിയിരിക്കുന്നു. മരുമകളുടെ ജീവിതം പഴയ കാലഘട്ടത്തിലൊരു 40-25 വർഷത്തിനുള്ള ജീവിതമല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഓൺലൈൻ ഫുഡാണ് സെലക്ട് ചെയ്യുന്നത്. അവർക്ക് നിവൃത്തിയില്ല, അത്രയും ടൈമും കൂടെ ജോലി ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ അവർക്ക് ഉറക്കം. നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റ് മരുമകൾ കുളിച്ചു ക്ഷേത്രത്തിൽ പോയി അടുക്കളയിൽ, അതൊന്നും ഇനി നടക്കാൻ പോണില്ല. കാര്യം വെച്ചാൽ രാത്രി മുഴുവൻ വർക്ക് ചെയ്യുന്ന കുട്ടികളാണ്. രാവിലെ എന്തെങ്കിലും ലൈറ്റ് ഫുഡാണ് അവർക്ക് വേണ്ടത്. നമ്മൾ പറയുന്ന പോലെ ഇഡ്ഡലി സാമ്പാറൊന്നും ഇനി നടക്കുന്ന പരിപാടിയില്ല. അപ്പോൾ മലയാളി ഈ ഒരു വിഷമത്തിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒന്നും എന്നെ തെറ്റിദ്ധരിക്കരുത്, ഉറക്ക ചിന്തിക്കേണ്ട കാലമാണ് തീർച്ചയായിട്ടും അമ്മമാർ. എന്നുവെച്ചാൽ നമ്മുടെ ആ ഒരു പഴയ കാലഘട്ടത്തിൻ്റെ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ദാരിദ്ര്യം, പണം സമ്പാദിക്കാൻ പറ്റില്ല, പണം ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പം ജീവിതമില്ല എങ്കിലും പണം വേണം, ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഒറ്റ വാക്കിൽ പറയുകയാണ്, ഉറക്ക ചിന്തിച്ചിട്ട് കാലഗതിക്കനുസരിച്ച് നമുക്കൊന്ന് നമ്മുടെ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ട ഒരു ഘട്ടമാണ്. ഇല്ലെങ്കിൽ ഈ പൊങ്കാലയ്ക്ക് വരുന്ന അമ്മമാർ, പെങ്കൊച്ചുങ്ങൾ വളരെ കുറവാണ് വരുന്നത്, ഈ തിരുവൈരാണിക്കുളത്തെത്തിയിരിക്കുന്ന അമ്മമാർ, അതായത് നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത, ശബരിമല പിന്നെ ഉണ്ട്. ഞാൻ ഞായറാഴ്ച ശബരിമല പോയതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ 12-ാം തീയതി ഇങ്ങോട്ട് വരുന്നത്, അതിൻ്റെ മുമ്പുള്ള ഞായറാഴ്ച. പക്ഷേ ഇത്ര തിക്കും തിരക്ക് ഞാൻ ഒരു ക്ഷേത്രത്തിലും കണ്ടിട്ടില്ല. ചോദിച്ചവരെല്ലാം പറയുന്നത് വിവാഹ ജീവിതം കഷ്ടത്തിലായിരിക്കും മകൾ അല്ലെ മകൻ. അതുകൊണ്ട് അതിനൊരു പരിഹാരം കാണാൻ ഈ അമ്മയുടെ ശ്രീപാർവതിയുടെ തിരുനടയിൽ വന്നതാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, തമാശ ആയിട്ടാണെങ്കിലും ഞാൻ പറയുകയാണ്, മകൻ്റെ നക്ഷത്രം നോക്കുന്നതിനോടൊപ്പം തന്നെ അമ്മായിയമ്മയുടെ നക്ഷത്രം മരുമകളുടെ നക്ഷത്രം കൂടെ പൊരുത്തമുണ്ടോന്നൊന്ന് നോക്കിക്കളാം. നിങ്ങൾ പറയും മാനത്ത് നിൽക്കുന്ന നക്ഷത്രം ഇവിടുത്തെ ജീവിതം തമ്മിൽ എന്താണെന്ന്. അപ്പം പകുതി വിശ്വാസം കൊണ്ട് അർദ്ധവിശ്വാസം കൊണ്ട് രക്ഷയില്ല. മാനത്ത് നിൽക്കുന്ന നക്ഷത്രങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്. ചില നക്ഷത്രങ്ങൾ, ഇപ്പം ഞാൻ പറയാം അത്ത നക്ഷത്രം, അതിൻ്റെ കൂടെ ചതയ നക്ഷത്രത്തിലെ പൂരിട്ട നക്ഷത്രം, എത്ര അക്ഷാംശത്തിൽ അത് മാറി നിൽക്കുന്നു നോക്കണം. ചിലപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുന്ന രണ്ടുപേരും തമ്മിൽ പരസ്പരം മിണ്ടാതിരിക്കുന്ന സംഭവമുണ്ട്. അതിൻ്റെ കാരണം ആ നക്ഷത്രം ഒത്തിരി അകലത്തിലാണ് അകന്ന് പോയി. ഇവർ തമ്മിൽ കോണ്ടാക്റ്റ് ഉള്ള നക്ഷത്രങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട്. പക്ഷേ ഇത് വിവരമുള്ളവരെന്ന് പറഞ്ഞാലേ പറ്റുള്ളൂ. അപ്പോൾ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രം നോക്കുന്നെങ്കിൽ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ നോക്കിയേ മതിയാവുള്ളൂ. അതിൻ്റെ കൂടെ കുറച്ച് വിശ്വാസ പ്രമാണങ്ങൾ, നമ്മുടെ ജ്യോതിശാസ്ത്രപരമായ ഉറപ്പ് വേണം. ഉറപ്പില്ലാത്തൊരു ഈ എൻ്റെ മകളുടെ നക്ഷത്രം മകമാണ്, ഈ നക്ഷത്രം ആക്കാനും ചെറുക്കനായിട്ടൊന്ന് ചേരുമോ എന്ന് നോക്കുക എന്ന് പറഞ്ഞ് നോക്കുക. ഇത് ശരിയല്ല. കൃത്യമായിട്ടും നിങ്ങൾ ഇത് വിശ്വസിക്കുന്നെങ്കിൽ കൃത്യമായിട്ടും ഈ കാര്യങ്ങൾ രണ്ടും കൂടി ഒന്ന് നോക്കി വെക്കത്തുള്ളൂ. ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും ഈ ടീച്ചറമ്മ എന്നോട് ചോദിക്കുന്നത് എൻ്റെ നക്ഷത്രം എനിക്ക് വരാനിരിക്കുന്ന മരുമകളുടെ നക്ഷത്രം ഒന്ന് ചെയ്യുമെന്നാണ്. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഞാൻ എൻ്റെ നമ്പറുകൾ പറയാം: 99 47 68 83 84. 99 47 68 83 84. സദ്ഗുരു രമാദേവിയമാണ്. തമാശല്ല, വലിയ കാര്യങ്ങളിലാണ് ചെറിയ കറക്ഷനിൽ കൂടെ നമുക്ക് നേടാൻ പറ്റുന്നത്. അതുകൊണ്ട് 2 തരത്തിൽ സ്ത്രീകളെ ഒന്ന് അവരെ അപ്ഡേറ്റ് ചെയ്തേ ഒക്കത്തുള്ളൂ. തമാശയായിട്ട് എടുക്കുന്നവർക്ക് തമാശയായിട്ട് എടുക്കാം, കാര്യമായിട്ട് എടുക്കുന്നവർക്ക് എന്നെ
വിളിക്കാം. 100 വട്ടം ഒരു സൗജന്യ സേവനം ചെയ്യാം, ഒരു പൈസയും തരണ്ട നിങ്ങൾ. പക്ഷെ നമ്മളുടെ കേരളത്തിലെ ഗൃഹസ്ഥാശ്രമം ഇങ്ങനെ നശിക്കാൻ പാടില്ല, വംശനാശം വരാൻ പാടില്ല. കുട്ടികള് വിവാഹം കഴിക്കണം, അതേമാതിരി തന്നെ അവർക്ക് കുട്ടികളും വേണം. അതുകൊണ്ട് നമ്മുടെ ഹിന്ദു സമൂഹം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുക്കന്മാരായ ഞങ്ങള് ഇത് ശുശ്രൂഷിക്കുന്നത്. പ്രത്യേകിച്ച് ഞാനൊരു അമ്മയായി അമ്മൂമ്മയായി സന്യാസിയായി മാറിയ ആളാണ്. അതുകൊണ്ടാണ് ഞാൻ സൗജന്യ സേവനം ചെയ്തു തരുന്നത്. നിങ്ങളൊന്ന് ഉറക്ക ചിന്തിക്കുക. വീട്ടമ്മമാര് വിവാഹം കഴിക്കാൻ പോകുന്ന മക്കളാണ്, വിവാഹം കഴിച്ചിട്ട് പ്രശ്നമുണ്ടെങ്കിൽ ആ നക്ഷത്രങ്ങൾ തമ്മിൽ ഈ അകൽച്ചയിലാണ്. കുറച്ച് കഴിയുമ്പോൾ അത് നേരെയാകും. ഇപ്പം ഞാൻ പറയാം, ഇപ്പം കാർത്തിക നക്ഷത്രം, അതിനോടൊപ്പം അതിൻ്റെ കൂടെ ചേർത്തിരിക്കുന്ന നക്ഷത്രം കുറച്ച് ഇത്ര അക്ഷാംശം ദൂരെയാണെങ്കിൽ അവർ തമ്മിൽ ഒരു അകൽച്ച വരും. ഒരു 2 കൊല്ലമോ 2 കൊല്ലം കഴിയുമ്പോൾ ഇത് യോജിക്കും. ഉടൻ തന്നെ പോയി കുടുംബ കോടതിയിൽ പോകുന്നതല്ല ശരി. അതുകൊണ്ട് ശാസ്ത്രീയമായിട്ട് ചിന്തിക്കണം മലയാളി. നിങ്ങൾ അന്ധവിശ്വാസികളാകരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ജ്യോതിശാസ്ത്രത്തെ വിശ്വസിച്ച് അത് കൃത്യമായിട്ട് അറിയുന്ന ആളുകളെ കൊണ്ട് ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്ത് ഏതൊക്കെ ദശാസന്ധികൾ ഇവർക്കുണ്ട്. ഇന്ന് ചന്ദ്രൻ എവിടെ നിൽക്കുന്ന ഈ പെൺകുട്ടിയാണ്, മാതാവിനെ കൊണ്ട് ചിന്തിക്കണം. നല്ല 4ാമത്തെ അതിൻ്റെ ഗ്രഹനില എന്താണ്, ഇത്രയൊക്കെ കാര്യങ്ങൾ വിശദമായിട്ട് ചിന്തിച്ചിട്ട് ഇവരുടെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെ വിശകലനം ചെയ്യാം. അല്ലാതെ IT ഫീൽഡ് ജോലി കൊണ്ട് 2 ലക്ഷം രൂപയുണ്ട് അവർക്ക് ഒന്ന് കാണാനും കൊള്ളാം. ശരി, എന്നാൽ മകനെ ഒന്ന് സെലക്ട് ചെയ്തേക്കാം, 1 കൊല്ലം തികയുന്നതിന് മുമ്പ് ഡിവോഴ്സ് ആകും. ഇതല്ല ശരി. അപ്പോൾ വിശ്വസിക്കുന്നെങ്കിൽ ജ്യോതിശാസ്ത്രത്തെ വിശ്വസിക്കുക. അങ്ങനെ ചെയ്താൽ ഈ ഓടി വന്ന് അവിടെ വരരുതെന്നല്ല, ഇങ്ങനെ കരയണ്ട, ദേവിയുടെ മുമ്പിൽ വന്ന് നിന്ന് ഒരു പരിഹാരം ഉണ്ടാകും. ഞാനിത് തുറന്നു പറയുന്ന കൂട്ടത്തിൽ അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. നമസ്തേ.